ഹായ് ഓൾ, വെൽക്കം ടു ടാർഗറ്റ് ലേണിംഗ് ആപ്പ്. അപ്പോൾ എല്ലാവരുടെ നീറ്റ് പ്രിപ്പറേഷൻസും അടിപൊളിയായി പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാനാണ്. അതായത് നമ്മുടെ നീറ്റ് എക്സാമിൽ എങ്ങനെ നമുക്ക് മാക്സിമം നെഗറ്റീവ് സ്കോറിംഗ് ഒഴിവാക്കാം എന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എല്ലാവരും ഇപ്പോൾ മോക്ക് ടെസ്റ്റൊക്കെ എഴുതി തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് മോക്ക് ടെസ്റ്റൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുന്നത് ഫസ്റ്റ് നമുക്ക് നീറ്റ് മോക്ക് ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്യൂലേ, അവിടുന്ന് തന്നെ തുടങ്ങണം നെഗറ്റീവ് മാർക്കിംഗ് ഒഴിവാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കറക്കി കുത്തുന്നത് ഒഴിവാക്കണം. ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അപ്പം എന്താ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ള സ്ട്രാറ്റജി ഇവിടെ അപ്ലൈ ചെയ്യരുത്. കാരണം നിങ്ങൾക്കറിയാം, ഒരു ഉത്തരം നിങ്ങൾ തെറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിയാക്കിയതിൻ്റെ ഒരു മാർക്ക് കൊണ്ടാണ് പോകുന്നത് അല്ലേ, 5 മാർക്ക് പോകും. അതായത് നിങ്ങൾ ശരിയാക്കിയ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു മാർക്ക് കൊണ്ടാണ് ഈ തെറ്റിച്ച ആൻസർ പോവുക. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ്, ഈസിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ടഫർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കുക. വെറുതെ ടഫ് ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം കളയരുത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യില്ലേ, കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് ലെജിബിൾ ആയിട്ട് തന്നെ എഴുതാൻ നോക്കുക. കാരണം ഇൻ കേസ് നിങ്ങൾക്കൊരു സെക്കൻഡ് ടൈം ആൻസർ കിട്ടിയിട്ടില്ല, ഒന്നും കൂടി നിങ്ങൾക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ലെജിബിൾ ആയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് എവിടെയാണ് തെറ്റിപ്പോയതെന്ന് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വാരി വലിച്ച് എഴുതുകയാണെങ്കിൽ ചിലപ്പം അത് പിന്നെയും ഫസ്റ്റ് മുതലേ ചെയ്യേണ്ടി വരും. സോ എപ്പോഴും ലെജിബിൾ ആയിട്ട് എഴുതാൻ നോക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നന്നായി വായിക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചിട്ട് മാത്രമേ ആൻസറിലേക്ക് കടക്കാവൂ. ചിലപ്പോൾ നിങ്ങൾ ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പോയിന്റ് കണ്ടു, ഇത് എനിക്ക് അറിയാമെന്നുള്ള ആ ഒരു ആവേശത്തിൽ നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് ആൻസർ വെറുതെ കുത്തരുത്. ആ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് അറിയാതിരിക്കും എന്തോ ആവട്ടെ, നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കാം, നന്നായിട്ട് വായിക്കാം. ചിലപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ലല്ലോ വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് 2 പ്രാവശ്യം വായിച്ചെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരു ഐഡിയ കിട്ടിയേക്കാം എങ്ങനെ ആൻസറിലേക്ക് എത്തുക എന്നുള്ളത്. സോ ക്വസ്റ്റ്യൻസ് എന്തായാലും നന്നായിട്ട് വായിക്കാം. അതുപോലെ തന്നെ ചില കുട്ടികളുടെ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് ആൻസേഴ്സ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യും, എന്നിട്ടാണ് അവർ OMR ഷീറ്റിലേക്ക് അത് പകർത്തി എഴുതുക. അപ്പോൾ ചിലപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ നീറ്റ് എക്സാം ഹാളിലൊക്കെ കയറി കഴിയുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ഈ പകർത്തി എഴുതുമ്പം മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 3ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടു വിചാരിച്ചോ, അപ്പോൾ നിങ്ങൾ OMRലേക്ക് എഴുതുമ്പം ചിലപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാണ്ട് 4ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ മുകളിലേക്ക് കയറ്റി എഴുതും. അതായത് 3ാമത്തേൻ്റെ OMRൽ 4ാമത്തേൻ്റെ ആൻസർ എഴുതും. സോ അതെപ്പോഴും ഒരു റിസ്ക്കി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾക്കൊരു ആൻസർ കിട്ടുമ്പം അത് നേരെ അതിലേക്ക് പകർത്തി എഴുതാൻ ശ്രമിക്കാം. സോ ഇതൊക്കെയാണ് എനിക്ക് നെഗറ്റീവ് മാർക്കിംഗ് കുറക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഇപ്പം മോക്ക് ടെസ്റ്റ് എഴുതുന്നില്ലേ, ഇപ്പം തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. ലാസ്റ്റ് ഇത് ഞാൻ നീറ്റ് എക്സാമിൻ്റെ സമയത്ത് ശ്രദ്ധിക്കാമെന്ന് നിങ്ങൾ അങ്ങനെ വെച്ചിരിക്കരുത്. അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ട്, പ്രത്യേകിച്ച് ബയോളജിയിലുള്ള ബയോളജിയിൽ നമ്മൾ ക്വസ്റ്റ്യൻ നേരെ വായിച്ചിട്ടില്ലെങ്കിൽ നെഗറ്റീവ് മാർക്കിംഗ് വരാനുള്ള ചാൻസ് നല്ലോണം കൂടുതലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്, 2 ക്വസ്റ്റ്യൻസും നല്ലോണം കാണാറുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. സോ നമ്മൾ ഒരു പെട്ടെന്നൊരു വെപ്രാളത്തിൽ വായിക്കുന്ന സമയത്ത് ഒരു നോട്ട് എന്നുള്ള ആ ഒരു വേർഡ് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ആൻസർ തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ക്വസ്റ്റ്യൻ വായിക്കുന്നത് നിങ്ങൾ എന്തായാലും വൃത്തിക്ക് ചെയ്യുക, എന്നിട്ട് മാത്രമേ ആൻസറിലേക്ക് പോകാവുള്ളൂ. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാ നീറ്റ് ആസ്പിറൻസിനും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. Target Learning App, Kerala's most trusted learning partner.